welcome back to my channel. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ഡോ ആണ്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ട് പാർട്ടി വെയർ ലുക്ക് ബുക്ക് ആയിരുന്നു, പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ലുക്ക് ബുക്ക് ആയിരുന്നു. അതിനകത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ ഡോ ആണ് ഞാൻ ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ആക്ച്വലി ഈ ഒരു ഹെയർ ഡോൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈവൻ എത്നിക് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടിയും ഈ ഒരു ഹെയർ ഡോ നന്നായി ചേരും, അതേപോലെ തന്നെ വെസ്റ്റേൺ വെയറിൻ്റെ കൂടിയും ഈ ഒരു ഹെയർ ഡോ നന്നായി ചേരും. അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്, വളരെ കുറച്ച് യൂസേജ് ഓഫ് പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഒരു ബൺ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, പക്ഷെ ഒരു ബൺ ഹെയർ ഡോ അല്ല. ബൺ ഹെയർ ഡോ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ബൺ ഹെയർ ഡോ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയത്. അത് കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെയർ ഡോന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് വേണം, ഇങ്ങനെ ഒരു ബാൻഡ് വേണം, ഈ ഒരു ടൈപ്പ്. പിന്നെ ഇങ്ങനത്തെ ഒരു ബൺ വേണം. അന്ന് ഞാൻ കാണിച്ചത് ഈ ഒരു ബൺ വെച്ചിട്ടായിരുന്നു. ഇങ്ങനത്തെ ഇതേ വലുപ്പത്തിലുള്ള ബണ്ണ് ഈ ഒരു ഹെയർ ഡോയ്ക്ക് ഒരിക്കലും എടുക്കരുത്. ഗോ ഫോർ സ്മോളർ വൺ. ഇത്ര വലുപ്പം മതിയാവും. ഇതാണെങ്കിൽ ഭയങ്കര വൃത്തിയിടാവും, അത് പുറകിൽ ഇങ്ങനെ നിൽക്കും, ഭയങ്കര വൃത്തിയിടായിരിക്കും കാണാൻ. അത് കാരണം ഈ ഒരു സൈസിലുള്ളത് എടുക്കരുത്, ഒരു സ്മോളർ സൈസിലെടുക്കുക. ഇങ്ങനത്തെ യൂപ്പിന് നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഈ ഒരു ബാൻഡ്, ഇങ്ങനത്തെ ഒരു ബണ്ണ്, പിന്നെ യൂപ്പിന് ആവശ്യമെങ്കിൽ നമ്മുടെ നോർമൽ ഹെയർ പിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും റെഡ് കളറിൽ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല. അത് കാരണം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് മുടി നമ്മൾ എങ്ങനെയാണ് വകഞ്ഞ് വെക്കണമെന്ന് ആദ്യം ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവാം. കാരണം ചിലവർ ഇങ്ങനെ ബാക്കിലേക്ക് പോകുക ചെയ്യുക, ചിലവർക്ക് സൈഡാണ്, ചിലവർക്ക് നടുക്കാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും സൈഡ് പോർഷനാണ് ചെയ്യാറ്, എനിക്ക് അതാണ് ചെയ്യാറ്. അത് കാരണം ഞാൻ സൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുറച്ച് മുടി ഞാനിങ്ങനെ എപ്പോഴും ഫ്രണ്ടിൽ ഇടാറുണ്ട്. അപ്പോൾ ബാക്കിലേക്ക് നമ്മൾ കെട്ടാൻ പോവാണ്. ഇത് വെച്ചിട്ടാണ് കെട്ടുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ മുകളിലാണ് ബാക്കിയൊക്കെ വരുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊന്തിച്ച് കെട്ടരുത്, ഈ ഒരു ഭാഗത്തായിട്ട് കെട്ടുക. കാരണം നമ്മൾ ഈ സാധനം വെച്ചിട്ട്, ഈ ഒരു ബൺ വെച്ചിട്ട് മുടി റോൾ ചെയ്ത് നമ്മൾ മുകളിലേക്കാണ് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുകളിൽ ഈ ഒരു സംഭവം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായി പോവും നമ്മൾ കെട്ടി വരുമ്പോൾ. അത് കാരണം ഇത് എപ്പോഴും താന്നിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ബണ്ണെടുക്കുക, നമ്മുടെ മുടി, നമ്മുടെ ഹെയർ ഇങ്ങനെ വെക്കുക, ഈ ബണ്ണെടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഒരു ഹോൾ ഉണ്ടാവും, ഈ ഹോളിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ മുടി കൊണ്ടുവരാം. ഇങ്ങനെ അത് അറ്റത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് മടക്കുക. മടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ബണ്ണ് ഒരു കാരണവശാലും കാണാൻ പാടില്ല. നമ്മുടെ ഹെയർ അതിന് ചുറ്റും കവർ ചെയ്യണം. ഓക്കെ, മൊത്തം നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹെയർ ഡോ ആണ്. കാരണം നമുക്കങ്ങനെ മുടി അഴിച്ചിട്ട് നടക്കുമ്പോൾ എന്താ പറയുക, നമുക്കങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മുടി അഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ര മാനേജ് ചെയ്യാൻ പറ്റാത്ത കേളി ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെയർ ഡോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും പാർട്ടിക്കോ ഫംഗ്ഷനോ കല്യാണത്തിനോ ഒക്കെ പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ.
അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു. ബൈ.